ഡി ഇനി എന്താ പറയുക നെഞ്ച് വളർന്ന് കാണിച്ചാലും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സംവിധാനമാണ്. അതുകൊണ്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ടോട് കൂടി മാത്രമേ ഇഡിയുടെ ഏത് പരിപാടിയും നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളതാണ് വിഷയം. ഇനി സത്യത്തിൽ ഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല, അതെന്തായാലും ഇത് കേസ് തുടങ്ങുന്നത് 2016, 17, 18 കാലത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസാണ്. ഇതിപ്പോൾ ആ കാലത്ത് മുഹമ്മദ് റിയാസ് ഇല്ല പിക്ചറിൽ, ഇവരുടെ ജീവിതത്തിലും ഇല്ല, ഇവർക്കാണെങ്കിൽ അന്ന് രാഷ്ട്രീയവും ഇല്ല പ്രത്യക്ഷമായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളിലേക്ക് മുഹമ്മദ് റിയാസുമായിട്ടും പിന്നീട് വിവാഹം കഴിച്ച മുഹമ്മദ് റിയാസിലേക്ക്, മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കും ഈ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്? ഒന്നുകിൽ ഉടനെ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്ത് വേറൊരു സാധനമായിട്ട് മാറണം. ഫെമ വയലേഷൻ പറയുന്നുണ്ട്, ഹവാല ഇടപാടുകളെക്കുറിച്ച് പലതും പറയുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത് വേറെ കാലത്ത് നടക്കുന്ന സംഭവമാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഇതൊരു നിമിത്തം മാത്രമാണ് വീണ തൈക്കണ്ടിയുടെ കേസ്. വീണ തൈക്കണ്ടിയുടെ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മുഴുവൻ അന്വേഷിക്കുക, എന്തെങ്കിലും ഒരു സാധ്യത, എന്തെങ്കിലും ഒരു സാമ്പത്തിക തിരിമറിയായി ആരോപിക്കപ്പെടാൻ പോകുന്നതോ, ഇലക്ഷൻ കാലത്തെ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടുമോ എന്നുള്ള അന്വേഷണമാണ്. അതായത് 2018, 17 കാലത്തെ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ 2025, 26 വരെ എത്തി നിൽക്കുകയാണ്. വളരെ സൗകര്യമുണ്ടല്ലോ, ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കിട്ടി, ആ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പുറകെ പിടിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ പ്രത്യക്ഷത്തിൽ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ കേസ് പൂർണ്ണമായും നികുതി വെട്ടിപ്പിൻ്റെയും അനാവശ്യമായ ഒരു തൊഴിൽ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ലാതെ അവർക്ക് കുറച്ച് പൈസ കൊടുത്തു, അതുവഴി സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ്, അല്ലാതെ കള്ളപ്പണമല്ല. ഇത് വൈറ്റ് മണി ആണെന്നുള്ളതാണല്ലോ വീണ തൈക്കണ്ടിയുടെയും CPMൻ്റെയും ഡിഫൻസ് തന്നെ. ഞങ്ങൾ ടാക്സ് അടച്ച പൈസയാണ്, അഴിമതിയാണെങ്കിൽ ഞങ്ങൾ ടാക്സ് അടച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാദം. അഴിമതിയാണെങ്കിൽ ടാക്സ് അടച്ചുകൊണ്ട് രക്ഷപ്പെടില്ല എന്നുള്ളത് മറുവാദം. പക്ഷെ അപ്പോഴും വൈറ്റ് മണിയാണ്, തർക്കമൊന്നുമില്ല. അപ്പോൾ ഡിക്ക് എന്താ ഇതിനകത്ത് കാര്യം? ഇത് വൈറ്റ് മണിയല്ലേ? ഈ വൈറ്റ് മണി എങ്ങനെയാണ് ഡിക്ക് അതിനകത്ത് പങ്കുണ്ടാകാൻ സാധ്യത? അത് അവസാനം പറയാം എന്നാണ് BJPക്കാരും ഇതിനെ അനുകൂലിക്കുന്നവരൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ മറപറ്റി അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള 2016 മുതൽ 2026 വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ അന്വേഷിക്കുക, എങ്ങനെയെങ്കിലും കേസിൽ കൊടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണമാണ്. അതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ രാഷ്ട്രീയമായി ചിലപ്പോൾ മുഹമ്മദ് റിയാസ് ചില മറുപടികൾ പറയേണ്ടി വരുമായിരിക്കും. നിങ്ങൾക്ക് കമ്പനിയുണ്ടോ, നിങ്ങൾക്കിതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മുഹമ്മദ് റിയാസിൻ്റെ ഔദ്യോഗികമായ ഒരു രേഖകളിലും അങ്ങനെ ഒരു കമ്പനി ഉള്ളത് അദ്ദേഹം പറയുന്നില്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നില്ല എനിക്ക് കമ്പനി. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളെയാണ് അന്വേഷിക്കുന്നത്. എന്താ ഒരു ഡെൻ്റൽ ഭാര്യയുടെ കമ്പനിയുടെ കാര്യം ഇത് സമ്മതിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. മുഹമ്മദ് റിയാസിൻ്റെ കാര്യത്തിൽ ഡെൻ്റൽ കമ്പനി മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തിൻ്റെയാണ്. പിന്നെ ഒരു മാർബിൾ കച്ചവടം നടത്തുന്ന ഒരു സംവിധാനമുണ്ട്, വേറെ ഒരു കമ്പനിയുണ്ട്. ഇതൊക്കെ സുഹൃത്തുക്കളാണ്. സൊളസ് എന്ന് പറഞ്ഞു. ഇതൊക്കെ അത് അഡ്വർടൈസിങ് ആണ്, ഇതൊക്കെ വേറെയാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇതൊക്കെ നിങ്ങളുടെയാണോ, നിങ്ങളുടെ സ്വന്തക്കളാണോ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ മുഹമ്മദ് റിയാസ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഞാൻ പറയുന്നത് ഡിയെക്കുറിച്ചല്ല. ഡി ഉയർത്തിവിട്ട ഈ പ്രകമ്പനത്തിൽ ചിലപ്പോൾ മുഹമ്മദ് റിയാസ് മറുപടി പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പമാണ് വീണ തൈക്കണ്ടി എന്ന മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ, അവർ ഒരു കമ്പനി നടത്തുന്നു എന്നുള്ളത്. അതൊരു കമ്പനിയല്ല, അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പാർട്ട്ണർ കൂടിയുണ്ട്. അത് പരസ്യമായി നേരത്തെ പറഞ്ഞിരുന്നതാണ്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ പ്രശ്നമെന്ന് മുഹമ്മദ് റിയാസ് ചോദിച്ചാൽ തിരിച്ച് ഒരു ലോജിക്കൽ ചോദ്യം പക്ഷേ അപ്പോൾ ഉണ്ടാകും. ആ കാര്യത്തിൽ മാത്രം മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഇന്നലെ പറഞ്ഞത്, ഒരു ഇന്ത്യൻ പൗരയ്ക്ക്, അതൊരു സ്വതന്ത്ര വ്യക്തിയാണ്, അവർക്കൊരു കച്ചവടം നടത്തുന്നതിൽ ഒരു കുഴപ്പമില്ല, ബിടെക് ബിരുദധാരി, അവരൊരു കച്ചവടം നടത്തുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു ആംസ് ഡീൽ കമ്പനി നടത്തുകയാണെന്ന് പറഞ്ഞാൽ എന്തിനാ ഇപ്പോൾ അയാൾ ജേർണലിസ്റ്റ്, അയാൾക്ക് എന്താ ഈ ആംസ് ഡീലർ കമ്പനി എന്ന് സ്വാഭാവികമായി നമുക്കൊരു സംശയം വരുമല്ലോ. വീണ തൈക്കണ്ടി IT പ്രൊഫഷണൽ, ട്രെയിൻഡ് ആസ് IT പ്രൊഫഷണൽ, റണ്ണിങ് എ മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനി. ഇതിലെന്തോ ഒരു ചേരായി ഉണ്ടല്ലോ. അഴിമതിയാണെന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല, അവർക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതിലേക്ക് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എത്തിപ്പെട്ടത്? അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, 3250 രൂപ മാത്രം വാടകയ്ക്ക് കിട്ടുന്ന ഒരു ചെറിയ കടമുറി എടുത്തിട്ട്, അതാണ് ആ കമ്പനിയുടെ ഓഫീസ് അത്രേ. അത് തുറക്കാറേ ഇല്ല അത്രേ. ഈ റെയ്ഡ് മുഴുവൻ നടക്കുമ്പോൾ പെട്ടെന്ന് പാവപ്പെട്ടവരുടെ കമ്പനിയാണ്. ഈ റെയ്ഡ് നടന്ന് കോലാഹലം നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആരോ സ്കൂട്ടറിൽ ഓടി വന്ന് ഈ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ഈ കമ്പനിയുടെ പേരും വിലാസം ഒട്ടിച്ചിട്ട് പോവുകയാണ് രഹസ്യമായി. എന്താ പരിപാടി? ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് വീണ തൈക്കണ്ടിയുടെ രണ്ടാമത്തെ, അതായത് എക്സാലോജിക്കിന് ശേഷമുള്ള ഞങ്ങൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംരംഭത്തിൽ എന്താണ് പരിപാടി? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് സ്വാഭാവികമായി നമുക്ക് അത് എന്തുകൊണ്ട്
അഴിമതിയാണെന്നല്ല ഇപ്പോഴും പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പെട്ടെന്ന് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായും അന്വേഷിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇ ഡിയുടെ ഈ റെയ്ഡുകളുടെയും മറ്റുമൊക്കെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇ ഡിക്ക് ഒരു തരത്തിലും ഇ ഡിയെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറേ അല്ല. ഇ ഡി നുണ പറയും, 90% സമയത്തും നുണയേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇ ഡിന് സത്യം പറഞ്ഞാലും അത് വിശ്വസിക്കണമെങ്കിൽ തൊട്ട് വിശ്വസിക്കണം, അല്ലാതെ അംഗീകരിക്കാൻ പറ്റില്ല. ഇ ഡി നമുക്ക് ഒരു കാരണവശാലും കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്.